ബിജോയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ നമ്മുടെ ഈ കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഫ്യൂച്ചർ എന്താണ്? കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഫ്യൂച്ചർ വളരെ റോസി ആയിട്ടൊരു പിക്ചറാണ് മുന്നോട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ തന്നെ വി ഹവ് സീൻ ആൻ എവല്യൂഷൻ, ഒരു ക്വാളിറ്റി വി ഹവ് സീൻ. നമ്മുടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബിൽഡേഴ്സ് പോലും ഐ തിങ്ക് ശോഭ നമ്മുടെ പോലെ നാഷണൽ പ്ലേയേഴ്സ് എല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ദ മ്യൂസിയം ദാറ്റ് ഐ ഹവ് ടോൾഡ് യു അബൌട്ട്, അതിലെല്ലാം ഒരു ക്വാളിറ്റി കോൺഷ്യസ്നെസ് കൂടുതലും ഇവിടുത്തെ അക്രോസ് ബിൽഡർ സെഗ്മെൻറ്റിലേക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 2 പ്രോജക്ട്സിൽ ഇപ്പം അറ്റ്ലാന്റിസ് പ്രോജക്ട്സ് വി വുഡ് ബി ഹാൻഡിങ് ഓവർ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ പ്രോജക്ട് നെക്സ്റ്റ് ഇയർ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. വി ആർ ഹാർഡ്ലി ലെഫ്റ്റ് വിത്ത് വെരി ഫ്യൂ ലിമിറ്റഡ് യൂണിറ്റ്സ് ഇൻ ദാറ്റ് ഫോർ സെയിൽ. നമുക്ക് ഇപ്പോൾ യൂണിറ്റ്സ് ഉള്ളത് phase 2 വിച്ച് ഇസ് ലേറ്റർ ഫോർ ഒരു ലേറ്റർ ഹാൻഡിങ് ഓവറിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ മറീന വൺ പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2029 വരെ നമ്മൾ സോൾഡ് ഔട്ട് ആണ്. ഇപ്പോൾ ഉള്ള നമുക്കവിടെ ഇൻവെൻറ്ററി എന്ന് പറയുന്നത് 2031 ഹാൻഡ് ഓവർ ചെയ്യുന്ന അല്ലെ യൂണിറ്റുകളിലാണ് നമുക്ക് ഇൻവെൻറ്ററി ഉള്ളത് അതിൽ. സോ അതും ആ ഒരു 2 സെഗ്മെൻറ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമുക്ക് തീർച്ചയായിട്ടും ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ ദർ ഹസ് ബീൻ വെലോസിറ്റി ഓഫ് സെയിൽസ് ഹസ് ബീൻ എക്സ്ട്രീംലി ഗുഡ്. വളരെ നല്ല ഒരു ട്രാക്ഷൻ ആയിരുന്നു ഓഫ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു കഴിഞ്ഞ ഒരു 4-5 years ആയിട്ടുണ്ടായിരുന്നു അതിൽ. ഐ തിങ്ക് ദാറ്റ് വിൽ കണ്ടിന്യൂ. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള അക്രോസ് ബിൽഡേഴ്സ് ഓരോ സെഗ്മെൻറ്റ് വൈസിൽ അത് ഇവോൾവ് ചെയ്ത് വരുന്നു. എല്ലാവരും ഹയർ സ്പെക് കോൺഫിഗറേഷൻസിലേക്ക് പോകുന്നു. അത് നല്ലതാണ്. ഫോർ ദി ഇൻഡസ്ട്രി ഇറ്റ് ഈസ് ബെറ്റർ.